അനാവശ്യമായി പോലീസിൽ ആദ്യം കൊണ്ട് പ്രയോഗിക്കുകയാണെങ്കിൽ കമൽ കേൾക്കുന്നുണ്ടെങ്കിൽ വലിയ പോലീസിനെ പ്രകോപിതരാക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യമൊക്കെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തുന്നുണ്ട്. മാത്രമല്ല അവർ ചില ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. KSU ജില്ലാ പ്രസിഡന്റിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനു മുൻപ് എന്താണ് നടന്നത് അവിടെ? യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം വരുന്നതിന് മുൻപ് തന്നെ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്കുള്ള റോഡ് പോലീസ് ബ്ലോക്ക് ചെയ്തിരുന്നു. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹവും ഉണ്ടായിരുന്നു. മാർച്ചിന്റെ ഭാഗമായി പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നു, ബാരിക്കേഡ് ചാടിക്കടന്നു. അതിൽ ചില പ്രവർത്തകരെ പോലീസ് തള്ളി മാറ്റുകയാണ് ഉണ്ടായത്. അതിന്റെ പേരിലാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത്. ഇപ്പോഴും കുറെ പ്രവർത്തകർ ബാരിക്കേഡിന് ഇപ്പുറത്തുണ്ട്, ചാടിക്കടന്ന മറ്റുള്ളവർ ബാരിക്കേഡിന് അപ്പുറത്തുമുണ്ട്. അവരാണ് പോലീസുമായി വാക്കുതർക്കത്തിലും ഒന്നും തള്ളും ഒക്കെ ഉണ്ടാകുന്നത്. കുറെ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലുമുണ്ട്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അമൽ ജോയുടെ നേതൃത്വത്തിലാണ് DCC ഓഫീസിൽ നിന്ന് പ്രകടനമായി മാർച്ച് ഇങ്ങോട്ട് വന്നത്. ഈ റോഡ് നേരത്തെ തന്നെ ബാരിക്കേഡ് കെട്ടി അടച്ചിരുന്നു. വലിയ പോലീസ് സന്നാഹവും ഉണ്ടായിരുന്നു. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരാണ് പോലീസുമായി തർക്കത്തിലേർപ്പെട്ടത്. അതിന്റെ ഭാഗമായി ഉന്തും തള്ളും ഉണ്ടായി. ഈ പരിസരത്തിനടുത്തേക്ക് ഈ പ്രവർത്തകരെ പോലീസ് തള്ളി മാറ്റുകയാണ് ഉണ്ടായത്. ആ സമയത്താണ് ഈ നേരിയ സംഘർഷം ഉണ്ടായത്. അതിന്റെ പേരിലാണ് ഇപ്പോൾ നേതാക്കൾ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത്. ജില്ലാ കൽപ്പറ്റ MLA T സിദ്ദിഖ് അടക്കമുള്ള പ്രധാന നേതാക്കളും ഇപ്പോൾ അല്പസമയത്തിനകം ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ സ്ഥലത്തില്ല. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് പ്രവർത്തകർ പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. തുടർച്ചയായി മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ മാർച്ച് മുന്നോട്ട് പോകുന്നത്. പ്രവർത്തകർ ബാരിക്കേഡിന് അപ്പുറത്തും ഇപ്പുറത്തുമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നുണ്ടല്ലേ? പോലീസ് പരമാവധി സംയമനം പാലിച്ച് തന്നെയാണ് നിൽക്കുന്നത്. കൽപ്പറ്റ DYSPയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം നേരത്തെ തന്നെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ബാരിക്കേഡിന് ഇപ്പുറത്തും പോലീസുണ്ട്, അപ്പുറത്താണ് കൂടുതൽ പോലീസ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് SP ഓഫീസിലേക്കുള്ള ഒരു ചെറിയ റോഡാണ്. അതുകൊണ്ട് തന്നെ ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് നിൽക്കാൻ പോലീസിന് എളുപ്പമാണ്. ആ രീതിയിൽ നേരത്തെ തന്നെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞ് പോലീസ് ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്കുള്ള വഴി ബ്ലോക്ക് ചെയ്താണ് നിൽക്കുന്നത്. അങ്ങോട്ട് ചാടിക്കടന്നു പോകാനുള്ള ശ്രമമാണ് പോലീസ് തടഞ്ഞത്. ആ സമയത്താണ് ഉന്തും തള്ളും ഉണ്ടായത്. ഇപ്പോഴും പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുന്നു. മുതിർന്ന നേതാക്കൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കമൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ SP ഓഫീസിലേക്കുള്ള മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായിട്ട് പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്ന പ്രതിഷേധത്തിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. SP ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചുമായി എത്തിയത്. ചിലർ ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. കുറെ പ്രവർത്തകർ ഇതാ ഇപ്പോൾ നിലത്ത് കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധം അറിയിക്കുകയാണ്. പോലീസിനെതിരായിട്ടുള്ള മുദ്രാവാക്യമാണ് പ്രധാനമായും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നുണ്ട്. ഒരുപാട് വലിയൊരു പോലീസ് സേനയെ തന്നെ സ്ഥലത്ത് വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ റോഡ് ഉപരോധിച്ചുകൊണ്ടും പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്നുകൊണ്ടുള്ള പ്രതിഷേധം നടക്കുകയാണ്. T സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം തന്നെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായി സ്ഥലത്തേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ടാണ് കമൽ നൽകുന്നത്. രാഹുൽ മാങ്കൂട്ടം പട്ടാളോ, ആരിക്കാട ചൊറിയണ്ടേ, ആരിക്കാട വീശണ്ടേ, ആരിക്കാട തല്ലണ്ടേ, ആരിക്കാട ഉന്തണ്ടേ, പിണറായിയുടെ എച്ചില് നക്കി, പിണറായിയുടെ എച്ചില് നക്കി.
യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. ലൈവ് ഒന്നും പോകുന്നില്ലല്ലോ. ഓണാറാണോ? SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബാരിക്കേഡിന്റെ മുകളിലുമുണ്ട് ഇപ്പോഴും പ്രവർത്തകർ. ബാരിക്കേഡിന്റെ മുകളിൽ നിന്നുകൊണ്ട് കൊടി ഉയർത്തിക്കൊണ്ട് പോലീസിനെതിരായിട്ടുള്ള മുദ്രാവാക്യമാണ് നടത്തുന്നത്. ഇടയ്ക്കിടെ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്നുണ്ട്, വാക്കേറ്റം ഉണ്ടാകുന്നുണ്ട്. പോലീസുമായി നേർക്കുനേർ പോലീസിനെതിരായിട്ടുള്ള മുദ്രാവാക്യം തന്നെയാണ് പ്രധാനമായും പ്രവർത്തകർ ഉന്നയിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ വലിയ രോഷപ്രകടനം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ സംസ്ഥാനത്ത് കാണുകയാണ്. ഇന്നലെ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് മാർച്ച് ഉണ്ടായിരുന്നു. ഷാഫി പറമ്പിലിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് നിരവധി പ്രവർത്തകർക്കെതിരെ. ഇപ്പോൾ വയനാട്ടിൽ SP ഓഫീസിലേക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് പുരോഗമിക്കുകയാണ്. പിണറായിയിലും ധർമ്മടത്തും